സ്വർഗീയരുടെ തേജസ് ഒന്ന്, ഭൗമികരുടെ തേജസ് മറ്റൊന്ന്, സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റെ തേജസ് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടെ തേജസ് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിൽ തേജസ്സിന് വ്യത്യാസമുണ്ട്. അപ്രകാരം തന്നെയാവുന്നു മനുഷ്യരുടെ പുനരുദ്ധാനവും. നശ്വതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വതയിൽ ഉദ്ധാനം ചെയ്യുന്നു. ഹീനമായി വിതയ്ക്കപ്പെടുന്നു, മഹത്വത്തോടെ ഉദ്ധാനം ചെയ്യുന്നു. ബലഹീനതയോടെ വിതയ്ക്കപ്പെടുന്നു, ബലിഷ്ഠതയോടെ ഉദ്ധാനം ചെയ്യുന്നു. ഭൗതിക ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉദ്ധാനം ചെയ്യുന്നു. ഭൗതിക ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട്. ആദിമനുഷ്യനായ ആദാം ജീവനുള്ളവനായി തീർന്നുവെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവുമായി. എന്നാൽ ആദാം ആത്മീയനല്ല, ഭൗതികനായി ഉണ്ടായത്. ആദ്യമനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണും ഉണ്ടാക്കപ്പെട്ടവരും രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗീയനായ കർത്താവാകുന്നു. ഭൂമിയിൽ നിന്നുള്ളവർ എങ്ങനെയിരിക്കുന്നു അങ്ങനെയാവുന്നു ഭൗമികരും. സ്വർഗത്തിൽ നിന്നുള്ളവർ എങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും സ്വർഗീയരും. ഭൗമികന്റെ സാദൃശ്യം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യവും ധരിക്കും. എന്നാൽ എന്റെ സഹോദരന്മാരെ, ജഡരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അർഹിക്കാവുന്നതല്ല, നശ്വരമായതിന് അനശ്വരതയെ അർഹിക്കാവുന്നതെന്ന് ഞാൻ പറയുന്നു. ഇതാ ഞാൻ രഹസ്യങ്ങളോട് പറയുന്നു, നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാലം ഊതുമ്പോൾ കണ്ണിമിക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ച അക്ഷയരായി പുനരുദ്ധാനം ചെയ്യും, നാം എല്ലാം രൂപാന്തരപ്പെടുകയും ചെയ്യും. എന്നാൽ നശ്വരമായത് അനശ്വരതയും മർത്യമായത് മർത്യതയും ധരിക്കുവാൻ പോകുന്നു. ആഹാ പാർക്കുമോ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിക്കണേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പ്രഖ്യാപനമായ നമ്മുടെ കർത്താവേ ശിമിശിഹായുടെ ശുദ്ധേവൻ ലോകത്തിനെ ദീർഘക്ഷയും ഘോഷിക്കുന്ന ശിവാനോന്റെ സാഹചര്യ രക്ഷാസുവിശേഷത്തിൽ നിന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, പിതാവേ ചെയ്യുന്നതായി കാണുന്നല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നവരെ പ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്ന എല്ലാവരും കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവയിലുപരിയായിട്ടുള്ള പ്രവൃത്തികളെ അവൻ കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉയർപ്പിച്ച് ജീവിക്കുന്ന പോലെ പുത്രനും തന്നെ കെട്ടപ്പെടുന്നവരെ ജീവിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവരെല്ലാവരും പുത്രനെ ബഹുമാനിക്കുവാനായിട്ട് പിതാവ് ഒരുവനെ നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവർ അവനായിട്ട് പിതാവിനെ ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചതിനെ വിശ്വസിക്കുന്നതിന് ജീവനുണ്ട്. അവൻ ന്യായസ്ഥാനം ഉൾക്കാതെ മരണവിട്ട് ജീവനിലേക്ക് കിടന്നിരിക്കുന്നു. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന ആ സമയം വരുന്നു. അത് ഇപ്പോൾ തന്നെയുമാകുന്നു. എന്നാൽ പിതാവിനെ തന്നെ പ്രകാരം പുത്രനും തന്നെ ജീവനുണ്ടായിരുവാൻ വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധി കൂടി നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ശവക്കലറുകൾ ചെയ്യുന്നവരെല്ലാം അവന്റെ ശബ്ദം കേട്ടു. നന്മ ചെയ്യുന്നവർക്ക് വേണ്ടിയും ചിന്ന ചെയ്യുന്നവർ തന്നവർക്ക് വേണ്ടിയും പുനരുത്ഥാനം ചെയ്യുന്ന ആ സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടുണ്ടായവരോട് കൃപ ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട കേസ് ചോദിച്ചത് പപ്പായത്തോടൊപ്പം
വർഷങ്ങളുണ്ടായിരുന്നാണ് അതേപോലെ ചുരുങ്ങിയ വാക്കുകൾ കാണിച്ചു മാറി. ദൈവത്തിൻ്റെ തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ വൈദിക ശ്രേഷ്ഠ പ്രിയ സഹോദരൻ്റെ സുഹൃത്തുക്കളിലായിരിക്കുന്ന ഭാര്യ കുഞ്ഞുങ്ങൾ ഓരോരുത്തരുമേ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. മരണം ഒരു യാഥാർത്ഥ്യമാണ്. ജനിച്ച ഏത് വ്യക്തി ഒരു ദിവസം ഈ ലോകത്തോട് യാത്ര മരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രായമായി രോഗമായി ഒരു വ്യക്തി ഈ ലോകത്തിൽ നമ്മളിന്ന് കടന്നു പോകുമ്പോൾ മരണം സ്വീകരിക്കുവാൻ ഒരു പരിധിവരെ ആ വ്യക്തി വാഹനത്തോടെ യാത്ര ചെയ്യുവാൻ ഭവനാംഗങ്ങളും ഒരുങ്ങുകയാണ്. എന്നാൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില മരണങ്ങളുണ്ട്. കുടുംബത്തിൻ്റെ ഏക അവലംബമായിരിക്കുന്ന വ്യക്തികൾ, നാം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ നമ്മളിൽ നിന്ന് വേർപെടുക്കുമ്പോൾ നമ്മളെ ദുഃഖം ശക്തമായി ഭരിക്കാറുണ്ട്. നാം സ്നേഹിക്കുന്നവരും നമ്മെ സ്നേഹിക്കുന്നവരും ഏതവസ്ഥയിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാലും നമ്മുടെ മനസ്സിനെ ദുഃഖം ഭരിക്കും. എന്നാൽ അകാലത്തിലുണ്ടാകുന്ന മരണം ചിലപ്പോൾ നിരാശയോടുകൂടിയ തീവ്രമായ ദുഃഖം ഉളവാക്കാറുണ്ട്. ഏതായാലും ശരി, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കർത്താവ് ഒരു ഭവനത്തിൽ ചെന്ന് പറയുന്ന വാക്കുകളാണ്. ആ ഭവനത്തിൻ്റെ ഏക അപലംബമായിരുന്ന ലാസർ മരിച്ചു. കർത്താവ് സ്നേഹിച്ച ഭവനമായിരുന്നു. ഒരു പരിധിവരെ നിരാശയിലും തീവ്രമായ ദുഃഖത്തിലും കഴിഞ്ഞിരുന്ന ഭവനത്തിൽ ചെന്ന് കർത്താവ് പറയുന്ന ഒരു ആശ്വാസ വാക്ക്, ജീവിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കുകയില്ല എന്നുള്ളതാണ്. ജീവിച്ചെന്ന് എന്നെ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കുകയില്ല. ലാസർ മരിച്ച് 3-4 ദിവസം കഴിഞ്ഞു. പക്ഷെ കർത്താവ് പറയാൻ മരിക്കുകയില്ല എന്നുള്ളത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? പറഞ്ഞതിൻ്റെ അർത്ഥം, ഈ ലോകത്തിൽ നമ്മളിന്ന് വേർപെട്ടു പോയെങ്കിലും, നമ്മുടെ സഹനത്തിലും കൂട്ടായ്മയിലും മഞ്ഞപ്പെട്ടു പോയെങ്കിലും, അകന്നു പോയെങ്കിലും, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയെങ്കിലും ദൈവത്തിൽ നിന്ന് മറഞ്ഞു പോകുകയില്ല. ദൈവമായിട്ടുള്ള സഹനത്തിലും കൂട്ടായ്മയിലും നിലനിൽക്കുമെന്നുള്ള വ്യക്തമായിരിക്കുന്ന കാര്യമാണ് കർത്താവ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഈ ഒരു കാഴ്ചപ്പാട്, ഈ ഒരു പ്രത്യാശ എപ്പോഴും നമ്മെ ഉണ്ടായിരിക്കണം. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മൾ അകന്നു പോകും, വേർപെട്ടു പോകുന്നുള്ള സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ ദൈവത്തിൽ നിന്ന് അവർ അകന്നു പോകത്തില്ല, അന്യപ്പെട്ടു പോവുകയില്ല. ഈ പ്രത്യാശ എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മനുഷ്യരെ പോലെ ദുഃഖിക്കരുത്. നമുക്കെല്ലാവർക്കും ദുഃഖം ഉണ്ടാകും, ശരിയാണ്, സ്വാഭാവികമാണ്. കർത്താവ് ഭവനത്തിൽ ചെന്ന് കണ്ണുനീർ വാർക്കാതെ നമ്മളവിടെ വായിക്കുന്നു. മനുഷ്യമാരുടെ ദുഃഖവും പ്രയാസവും എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ നിരാശയോടുകൂടി ദുഃഖത്തിന് അവകാശമില്ല. കാരണം പൗലോസ് പ്രത്യാശയില്ലാത്ത മനുഷ്യരെ പോലെ ദുഃഖിക്കുന്നു. ആ സന്തോഷകരമായിരിക്കുന്ന അനുഭവത്തിലേക്ക്, ദൈവമായിട്ടുള്ള സഹകരണത്തിലേക്ക്, കൂട്ടായ്മയിലേക്കാണ് പോകുന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കുന്നുവെങ്കിൽ ഒരിക്കലും നമുക്ക് നിരാശയോടുകൂടിയ പ്രത്യാശയില്ലാത്ത ദുഃഖം ഉണ്ടാകുകയില്ല. ഒരു കുഞ്ഞ് ഈ ലോകത്ത് ജനിച്ചു വീഴുമ്പോൾ ആ കുഞ്ഞിനെ സ്വീകരിക്കാൻ, സന്തോഷത്തോടെ സ്വീകരിക്കാൻ പ്രിയപ്പെട്ട ഒരു മാതാപിതാക്കൾ ഒരുങ്ങിയിരിക്കുകയാണ്, സ്വീകരിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ സഹോദരൻ നമ്മളിൽ നിന്ന് കടന്നു പോകുമ്പോഴും സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരെ സ്വീകരിക്കുന്നതിനും സ്വർഗീയ മനോഹരമായ ഒരു ഗണമുണ്ട്. ഇതാ പറയുന്നുണ്ടല്ലോ, ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് നയിച്ചു. അങ്ങനെ ദൂതന്മാർ ഈ പ്രിയ സഹോദരനെ അബ്രഹാമിന്റെ മടിയിലേക്ക് നയിക്കുന്ന ഒരു ശ്രേഷ്ഠമായിരിക്കുന്ന അനുഭവത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു തീവ്രമായ ദുഃഖത്തിന് അവകാശമില്ല, നിരാശയുടെ ദുഃഖത്തിന് അവകാശമില്ല. സ്വാഭാവികമായ ദുഃഖം ഉണ്ടാകും. ആ പ്രത്യാശ എപ്പോഴും നമ്മെ എല്ലാവരെയും ഭരിക്കണം. ആ പ്രത്യാശയാണ് നമ്മെ എപ്പോഴും നയിക്കേണ്ട, ധൈര്യപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ആ പ്രത്യാശയിൽ വാഴേണ്ട വിധമായിട്ട് പ്രിയ സഹോദരിക്കും കുടുംബാംഗങ്ങൾ ഓരോരുത്തർക്കും, പ്രിയ സഹോദരനും എല്ലാവർക്കും ദൈവം നൽകാൻ ശക്തി പകർന്നു കൊടുക്കട്ടെ, ആത്മബലം നൽകി കൊടുക്കട്ടെ എന്ന് വാക്കുകൾ ആദ്യമായിട്ട് പറയുകയാണ്. ഈ ഭവനമായിട്ടുള്ള അതിൻ്റെ ബന്ധം എന്ന് പറയുന്നത്, ഈ ചാക്കോസാർ HRC-യിൽ PhD-ആയിട്ട് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററായിട്ട് സേവനമനുഷ്ഠിക്കുന്ന സമയത്ത്
ഞാനിവിടെ വികാരിയായിട്ട് അവിടെ ചെന്നുകൊണ്ടുള്ളതാണ്. ഞാൻ എൻ്റെ ആദ്യകാലങ്ങളിലെ സേവന കാലങ്ങളിലാണ് അവിടെ ചെന്നത്. വലിയ പരിചയമില്ലാത്ത സമയം കുടിച്ചാൽ ചെന്നപ്പോൾ നമ്മുടെ കൂടെ മിഷൻ സെൻ്ററുണ്ട്. വിദ്യാർത്ഥി കേന്ദ്രീകരിച്ചുള്ള മിഷൻ പ്രവർത്തനങ്ങളിലേക്കാണ് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ മിഷൻ പ്രവർത്തനമായിട്ട് അങ്ങേയറ്റം സഹകരിച്ച ഒരു കുടുംബമാണ് എന്നുള്ളത് മുന്നേ പ്രസംഗങ്ങളൊക്കെ ഇവിടെ പ്രസ്താവിച്ചതിനെല്ലാം കേട്ടുകഴിഞ്ഞൊരു കാര്യമാണ്. നമുക്ക് നല്ലൊരു പ്രത്യാശയും ധൈര്യവും പകർന്നുന്ന ഒരു കുടുംബമാണ്. ഞാൻ അവിടെ ഉള്ളപ്പോഴാണ് 5-6 കുട്ടികളുമാരൊരു ചെറിയ സ്കൂൾ തുടങ്ങി. എന്നോടൊപ്പം സഹപ്രവർത്തനായ സൂര്യത്തച്ഛൻ കുടുംബങ്ങളുണ്ട്. അവരെന്നോട് കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സഹായമായിരുന്നൊരു കുടുംബമായിരുന്നു ഇത്. ഇന്ദിരാഗാന്ധിയിൽ നിന്ന് സേവനത്തിനുള്ള അവാർഡൊക്കെ വാങ്ങിച്ച സമയമായിരുന്നു. അപ്പോൾ ആ സമയമായതുകൊണ്ട് ഗവൺമെൻറ് ഓഫീസുകളിലും ഞാനില്ല ചാക്കോസാർ അവാർഡൊക്കെ വാങ്ങിച്ച സമയമായിരുന്നു. അതുപോലെ സമയമൊക്കെ ആയിരുന്ന സമയം കൊണ്ട് ഗവൺമെൻറ് ഓഫീസുകളിലും മറ്റും സാറിനൊരു വിലയും നിലയുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സേവനമായ രീതിയിൽ അംഗീകരിക്കപ്പെട്ട ഒരു നിലവാരമുള്ള സേവനവുമായിരുന്നു. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് ഓഫീസ് സ്വാതന്ത്ര്യമായിട്ട് ചെല്ലുന്നതിനും പല കാര്യങ്ങളിലും സാധിച്ചിട്ട് നമുക്ക് ന്യായമാക്കിയിട്ടുള്ള പല കാര്യങ്ങളും സാധിച്ചെടുക്കുന്നതൊക്കെയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ ഗൈഡൻസും ഒക്കെയും വളരെ പ്രയോജനപ്പെട്ടു. മാത്രമല്ല തിരുമേനി പറഞ്ഞതുപോലെ തന്നെ പല ദിവസങ്ങളോടൊപ്പം താമസിച്ചിട്ടുണ്ട്. ദിവസത്തിനോടൊപ്പം താമസിച്ചിട്ടുണ്ട്. മിഷൻ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്ന അനേകം പ്രദേശത്തും അച്ഛന്മാരൊക്കെയും വന്ന് ഈ ഭവനമായിട്ട് താമസിക്കുകയും പ്രവർത്തിക്കുകയും അവരുടെ സന്തോഷകരമായിരിക്കുന്ന സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇറ്റാസി മിഷനും കൽക്കട്ട മദ്രാസിനും മാത്രമല്ല സഭാ മിഷൻ പ്രവർത്തനവും സഭയുടെ സെൻഗോൾ മിഷന്റെ സഭയുടെ ഒരു സെൻഗോൾ ആശ്രമം ഇറ്റാസി തുടങ്ങിയിട്ടുണ്ട്. അതിനും ഇവിടെ കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത ഒരു കാര്യമാണ്. സഭയൊട്ടാകെ ഈ കുടുംബത്തോട് ബന്ധപ്പെട്ട ഒരു കുടുംബമാണ്. കാലം ചെയ്ത തിരുമേനിയോ ദേവദോസ്തിരുമേനിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്ത് പ്രോഗ്രാമായിരുന്നെങ്കിലും വലിയ പ്രവർത്തനം വരുമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പ്രിയമുള്ളവരെ, അങ്ങേയറ്റം കടപ്പെട്ട ഈ പഠനത്തോട് സഭയുടെ ഒരു വൈദികൻ എന്ന നിലയിലും വ്യക്തിപരമായ രീതിയിലും എൻ്റെ എല്ലാ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. എൻ്റെ അവസരം നൽകിയതിനുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനാപത്തിന്റെ വിശ്വാസ സൂചകമായിട്ട് സെക്രട്ടറിയുടെ പുഷ്പേകാർപ്പിക്കുന്നു. നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും കൂടെ യോഗ്യമായിരുന്നുകൊണ്ട് ദൈവത്തിന് പ്രസാദകരമായ സംഘത്തിൽ കുറിയലായുസോ എന്ന് ഏറ്റു ചൊല്ലണം. ജീവന്റെയും മരണത്തിന്റെയും വിലറികളുള്ളവനും മരണത്തിന്റെയും നിയമത്തിന്റെയും മുഴുവനും ആത്മാക്കളെയും സർവജനങ്ങളുടെയും ദൈവമായ വിശ്വാസമുണ്ടാകെ എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ഉൾപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് കൽപ്പിച്ച് അരുളി ചെയ്തവനായ മസിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിക്കുന്നവന്റെയും മണ്ണവരെയും കാലിൽ തുടങ്ങി തലവരെ എത്തുന്നതിനിടയ്ക്ക് അവന്റെ മനസ്സാകാലത്തിലേക്ക് ബുദ്ധിപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ജ്ഞാനസമ്പൂർണമായ തന്റെ മനുഷ്യാവതാരം കൽപ്പിച്ച് ക്രമീകരിച്ചവനായ വിശ്വാസപ്രാനെ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ എല്ലാവരുടെയും ആത്മാക്കളെ പൈശാചിക സൈന്യങ്ങളുടെയും ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ മസിഹാ തമ്പുരാനെ ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നതിൽ നിന്ന് ഈ ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ അങ്ങ് സംരക്ഷിച്ച് ജെറുസലേമിൽ എത്തിക്കുമാറാകണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധമായ സ്തുതിക്കുകയും ചെയ്യത്തക്കവണ്ണം സന്തോഷപ്രദായ ഞങ്ങളെല്ലാവരും ആത്മാക്കളെ പ്രചോദിപ്പിക്കണമേ. നാം 3 പ്രാവശ്യം കൂടിയായി ചൊല്ലണം.
തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സ്നേഹമുള്ള സഹായങ്ങളെ അയച്ചു കൊടുക്കുന്നത് ഇവന്റെ മൃതശരീരത്തിൽ മുഖം അയാളെ പതിക്കുന്ന ശാസ്ത്രാത്മമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളും ശത്രുതമായിരിക്കുന്നു പ്രകാശാഭവനങ്ങൾ വിശുദ്ധന്മാരോടുള്ള ആനന്ദത്തിലേക്കവരായിരിക്കണം സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിലനിൽക്കുന്നതിനായി ശ്രീമായി ചെയ്യുവാനും വിശുദ്ധന്മാരോടും കൂടിയുള്ള ആനന്ദത്തിനുമായി പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധമായ നാമത്തിൽ നിത്യജീവന് വേണ്ടി തൈലം ഒഴിക്കപ്പെടുന്നു. ും
ഇരിക്കുകയാണ്. ഒരു കാര്യം കൃത്യമാക്കാനുള്ളത്, നമുക്ക് വാഹനത്തിൽ പോയാൽ അവിടെ വാഹനം പാർക്ക് ചെയ്യാനും ഇരിക്കാനും സ്ഥലമില്ലതുകൊണ്ട് അവിടെ വരെ എല്ലാവരും നടന്ന് പോകാൻ വേണ്ടി, ലൈനായിട്ട് നടന്നു പോകാൻ, വാഹന തടസ്സമില്ലാതെ നടന്നു പോകാൻ വേണ്ടി ശ്രമിക്കണം എന്നൊരു കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ശരീരം ആംബുലൻസിൽ കൊണ്ടുപോകാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, രാവിലെ മുതൽ ധാരാളം പേര് പപ്പാല് രാഷ്ട്രീയ സ്ഥലങ്ങളിലേക്ക് ഉണ്ടായിരുന്നവർ, അതുപോലെ മറ്റു സഭയിലെ വൈദികർ, നമ്മുടെ അനേകം വൈദികരെ എല്ലാവരും വന്ന് പകർത്തി വന്ന് പ്രാർത്ഥന നടത്തുകയും അനുസ്മരണ പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്തു. അതുപോലെ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കന്മാർ, പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെയുണ്ട്. അതുപോലെ മറ്റ് അനേകരെ വന്നിട്ട് അനുശോചനം അറിയിച്ചു. അവരോടെല്ലാവരുമുള്ള നന്ദി ഞാൻ പ്രത്യേകമായിട്ട് അറിയിച്ചുകൊള്ളട്ടെ. ദയവായിട്ട് നിങ്ങൾ പുറത്തോട്ടിറങ്ങി ധൈര്യമായിട്ട് നിന്ന് സുഹൃത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള